guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാന്ന് വെച്ചു. എന്ത് വ്ളോഗാ? ഈവനിങ് വ്ളോഗ്. കാരണം വെച്ചാൽ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണമെന്ന്, പക്ഷേ മടി കാരണം പറ്റിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു, വയ്യാത്തൊരു ദിവസമായിരുന്നു. എന്നാലും ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. എനിക്കങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല, കാരണം നമുക്ക് എണ്ണി ചെയ്യുമ്പോൾ ഒരു വല്ലായ്മയാണ്. പക്ഷെ ഒട്ടും വയ്യാത്തോണ്ട് അങ്ങനെ വയ്യാതിരുന്ന ദിവസം ആയതുകൊണ്ട് ഞാൻ എന്താ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. പക്ഷെ എനിക്ക് എണ്ണീച്ചപ്പോൾ വല്ലായ്മയൊന്നും തോന്നിയില്ല, കാരണം വയ്യാതിരുന്നുകൊണ്ട് എൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി, സെറ്റായി. അപ്പം ഞാൻ വെച്ച് എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങുന്ന കാര്യം തീരുമാനമായി. ഒന്നാമതേ ഞാൻ രാത്രി താമസിച്ചാണ് കിടക്കുന്നത്, അപ്പം ഇന്നത്തെ കാര്യം തീരുമാനമായി. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ച ഒരു വ്ളോഗ് എടുത്താൽ രാത്രിയിലത്തേക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വിച്ചു വരാൻ കുറച്ച് ലേറ്റാവും. അങ്ങനെ എനിക്ക് വേണ്ടി ചായയൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പം വൈകമ്മോനും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇനി ഒരു മേല് കഴുകിയിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് എവിടെ പോണം? കോംപ്ലക്സിൽ പോകണം. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ഒരു 3 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് കോംപ്ലക്സ്. അപ്പോൾ അവിടെ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്നും വൈകിട്ട് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. പിള്ളേരെല്ലാം അവിടെ വരും. അപ്പം എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോകും. അപ്പം അന്നേരം അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വെച്ചത്. അപ്പം പോവാം. ഒരു പാട്ട് കേൾക്കാവേ. ഏതാടാ? എന്നിട്ട് ആകാശം നോക്ക്, എന്ത് ഭംഗിയുണ്ടെന്ന് കാണാൻ. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയതിന് ശേഷം എല്ലാവരും കൂടെ ഒരിടത്ത് കൂടും എന്നും. നിങ്ങളുടെ കണ്ട വൈകയുടെ ഫ്രണ്ട്സോടെ ഡാൻസ് കളിയാണേ. इसका वीडियो देखो देखो वैशाली कुछ कर दिया। हेलो गाइस, आप देखना चाहते हो इसके बालों का राज, ये जो इसके चमकते हैं बाल लंबे काले घने। 8 दिन में नहीं 5 दिन भी पकड़ लो आप, ये लगा देखो देख लिया। इसका थोबड़ा पे का झापड़ लगा देंगे गाइस, इसके चक्कर लगा देंगे तो कैसा लगेगा? गाइस बताओ, मैं मुक्का मारूं कि थप्पड़ मारूं? आप कमेंट करो। मैं इसको मुक्का मारूं कि इसको थप्पड़ मारूं? आप कमेंट करो। गाइस पता है मैं ये छिपकली जो है इसको मैं बहुत मुश्किल से संभाल के रखी हूं। गाइस आप बताना, इसको मुक्का मारूं कि थप्पड़ बताओ? आप बताओ। അങ്ങനെ കുറേ നേരം ഇരുന്ന് കത്തി അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും. ഇതൊക്കെ തന്നെ എന്നത്തെയും പരിപാടി. വൈകുന്നേരം വിച്ചു വരാൻ ലേറ്റ് ആവുന്നുണ്ട്. വിച്ചുവിന് ഞാൻ ഇതുപോലെ നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കട്ടൻ ഉണ്ടാക്കുന്നത്. ഇപ്പം അവർക്ക് കുറച്ചുകൂടെ അതായത് കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് അവർ വരുന്നത്. മറ്റേതല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ആയിരുന്നു നടക്കാനൊക്കെ പോകുന്നത്. ഇപ്പം കുറച്ച് നാളുകൊണ്ട് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കട്ടൻ വെച്ചപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തു. എന്നിട്ട് വിച്ചുവിന് വെച്ച് ഇനി വന്നിട്ട് പിന്നെ ചൂടാക്കി കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നെ ലേറ്റ് ആവും. എന്നിട്ട് വന്നിട്ട് രാത്രിയിലത്തേക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കും. അപ്പം കറി ആകുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിയുടെ മാവ് കൂടെ സെറ്റാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മാവൊന്ന് സെറ്റായി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാനായിട്ട് ഞാൻ മാവ് സെറ്റാക്കി വെച്ചു.
അപ്പോഴത്തേക്ക് കറിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്, മസാലയൊക്കെ ചേർത്ത്. ഇനി കുറച്ച് ചൂടുവെള്ളവും പിന്നെ തേങ്ങയും കൂടെ ഒഴിച്ച് അപ്പോഴത്തേക്ക് മട്ടർ കറി സെറ്റായി. ഞാൻ തേങ്ങാ പാലൊന്നും അല്ല കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഞങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ പാല് പിഴിഞ്ഞ് ഒഴിക്കാനൊന്നും നിൽക്കത്തില്ല, തേങ്ങ തന്നെ അങ്ങ് ചേർക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഉള്ള പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം വെച്ചിരുന്നു ചപ്പാത്തിയുടെ മാവ്. അപ്പോൾ അതിന് ചപ്പാത്തി പരത്തി അത് റെഡിയാക്കി വെക്കാം. വിച്ചു വരാൻ നല്ല ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ആറിപ്പോവും. വരുമ്പം വിശന്നായിരിക്കുമല്ലോ വരുന്നത്. ഉച്ചയ്ക്ക് പോയതാണ്, പിന്നെ വിശന്നായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ ആറിപ്പോയാലും ഞാൻ പിന്നെ കൊണ്ടാക്കി വെക്കും. അപ്പോൾ രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തിയും സെറ്റായി, മട്ടറും സെറ്റായി. ഇനിയിപ്പം വരുന്ന ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പെട്ടെന്ന് റെഡിയാവും, പെട്ടെന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. പുറത്ത് എന്തോ ഒരു അത്യാവശ്യത്തിന് സാധനം വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ബദാം ഷേക്ക് വാങ്ങിച്ചു. ഇവിടുത്തെ ഫേമസ് ആട്ടോ. ഇവിടെ നമ്മൾ ഗേറ്റിന് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇവർ രാത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി സാധനമാണ് ബദാം ഷേക്കും. വൈകി ഐസ്ക്രീമും വാങ്ങിച്ചു. അവൾക്ക് നമ്മളിങ്ങനെ കുടിക്കുന്ന എന്തെങ്കിലും ഒരു ഷേക്കിനകത്ത് ഈ തരിതരിയായിട്ട് കിടക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ ഐസ്ക്രീം വാങ്ങിച്ചു, ഞങ്ങളിതും കഴിച്ചു. വേണോ? അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ളോഗ്. എന്നും ഇങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിന്നിങ്ങനെ റാൻഡംലി സംഭവിച്ചു, അതുകൊണ്ട് അങ്ങനെ ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.